നമസ്കാരം, ഞാൻ ബാബു പി എം. KNK ഇൻഷുറൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് LIC ഓഫ് ഇന്ത്യയുടെ ബീമ ലക്ഷ്മി എന്ന പ്ലാനിനെ കുറിച്ചാണ്. 18 വയസ്സിനും 50 വയസ്സിനും മധ്യപ്രായമുള്ള ഏതൊരു ലേഡീസിനും ഈ ഒരു പ്ലാനിൽ ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ പോളിസി ടൈം 25 വർഷം ഫിക്സ് ആണ്. പ്രീമിയം പേയിങ് ടൈം 7 വർഷം മുതൽ 15 വർഷം വരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വ്യക്തിയുടെ പ്രീമിയം പേയിങ് കപ്പാസിറ്റി എങ്ങനെയാണോ അതനുസരിച്ച് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു പോളിസിയിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് A, ഓപ്ഷൻസ് B, ഓപ്ഷൻ C. ഞാനിവിടെ പറയാൻ പോകുന്നത് ഓപ്ഷൻ B കുറിച്ചാണ്. ഉദാഹരണം നമുക്ക് നോക്കാം. 30 വയസ്സ് പ്രായമുള്ള ഒരു ലേഡി 15 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുന്നു. പോളിസി ടൈം പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്തിരിക്കുന്നത് 15 വർഷമാണ്. ഏതൊരു ക്ലയൻറ്റും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ പ്രീമിയം എത്രയുമാകും? അതുകൊണ്ട് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പ്രീമിയത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു പദ്ധതിയിൽ ചേരുവാൻ വേണ്ടി ഡെയിലി 685 രൂപ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ LIC ഡെയിലി പ്രീമിയം കളക്ട് ചെയ്യത്തില്ല. അവർ മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലിയാണ് കളക്ട് ചെയ്യുന്നത്. മന്ത്ലി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 21,465 റുപ്പീസ് പ്രീമിയം ആകുന്നുണ്ട്. അത് ഇയർലിയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 2% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ 2% ഡിസ്കൗണ്ടോട് കൂടിയുള്ള പ്രീമിയം 2,49,300 രൂപയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എവറി 2 ഇയറിൽ നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിൻ്റെ 22.56% നമുക്ക് മണി ബാക്കായിട്ട് തിരിച്ച് കിട്ടുന്നുണ്ട്. ഒന്നുകൂടി ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എവറി 2 ഇയറിൽ നമ്മൾ എടുക്കുന്ന സം അഷ്യൂർഡിൻ്റെ 7.5% നമുക്ക് മണി ബാക്കായിട്ട് തിരിച്ച് കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് 12 തവണ മണി ബാക്കായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 24 വയസ്സ് അവർ വർഷം കംപ്ലീറ്റ് ആയിരിക്കുവാണ്. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന മണി ബാക്ക് 13,50,000 രൂപ ടോട്ടൽ കിട്ടുന്നത്. അതായത് എവറി 2 ഇയറിൽ നമുക്ക് 1,12,500 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. സം അഷ്യൂർഡ് കൂടുന്നത് കുറയുന്നതനുസരിച്ച് ഈ ഒരു എമൗണ്ട് അങ്ങോട്ടും വ്യത്യാസം വരും. നമ്മൾ കൊടുക്കുന്ന, ഞാൻ പറഞ്ഞില്ല, 22.56% ഒരു കണക്കിൽ വെച്ചാണ്, അല്ലെങ്കിൽ 7.5 എന്ന ശതമാനത്തിൻ്റെ കണക്ക് വെച്ചാണ് മണി ബാക്ക് കിട്ടുന്നത്. ഇത്തരത്തിൽ കിട്ടുന്ന മണി ബാക്ക് നമ്മൾ വേണ്ട ഇതിൽ വിനിയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് എത്തരത്തിൽ വിനിയോഗിക്കണം എന്നുള്ളൊരു ഐഡിയ ഞാൻ മുന്നോട്ടുള്ള സ്ലൈഡിൽ തരുന്നതായിരിക്കും. ബാക്കി കസ്റ്റമറുടെ ഇഷ്ടം എന്താണോ, അവരുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് ചെയ്യാൻ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ. ഇനി മറ്റ് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്യാരണ്ടീഡ് അഡീഷൻസ് ഓർ ഇൻട്രസ്റ്റ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സൈഡിൽ നമുക്ക് എവറി 2 ഇയറിൽ മണി ബാക്ക് കിട്ടുന്നു. രണ്ടാമതായിട്ട് ഗ്യാരണ്ടീഡ് അഡീഷൻസ്, നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിൻ്റെ ടോട്ടൽ പ്രീമിയമാണ് കണക്കാക്കുന്നത്. എവറി 2 ഇയറിൽ നമുക്ക് കുറച്ച് പൈസ അവർ തിരിച്ചു തരുന്നുണ്ട്. 22.56 തിരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കണക്കാക്കുമ്പോൾ ആ ഒരു എമൗണ്ട് കുറച്ചിട്ടുള്ളതല്ല, നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ പ്രീമിയമാണ്. ആദ്യത്തെ വർഷം എത്ര കൊടുത്തു, അതിൻ്റെ 7.55%. ഇവിടെ 7.55% കിട്ടിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 7.45 കിട്ടേണ്ടത്. ഒരു എക്സിസ്റ്റിംഗ് പോളിസി ഹോൾഡർ ആയതുകൊണ്ട് നമുക്ക് 7.45 പകരം 7.55 കിട്ടി. ഇത്തരത്തിൽ ഹൈ സം അഷ്യൂർഡൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിലും വ്യത്യാസം കാണുന്നതായിരിക്കും. നിങ്ങൾ എടുക്കുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെ എത്രയാണോ അതനുസരിച്ച് അറിഞ്ഞാൽ മതി. അപ്പം ഫസ്റ്റ് ഇയറിൽ എത്ര ഫ്രീ കൊടുത്തു, അതിൻ്റെ 7.55 കിട്ടി. രണ്ടാമത്തെ വർഷം 2 വർഷം ടോട്ടൽ പ്രീമിയം എത്രയായോ 7.55 കിട്ടി. മൂന്നാമത്തെ വർഷം 3 വർഷം ടോട്ടൽ എത്ര പ്രീമിയം കൊടുത്തു, അത്തരത്തിൽ അതിൻ്റെ ആ ഒരു എമൗണ്ടിന് 7.55 കിട്ടി. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മൊത്തം എത്ര പ്രീമിയം വന്നും അതിൻ്റെ 7.55 കിട്ടിക്കൊണ്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് റിസ്ക് കവറേജും കൂടുന്നതായിരിക്കും നമുക്ക്. ഇനി ഇതിനകത്ത് കിട്ടുന്ന ഇൻഷുറൻസ് കവറേജ്, നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിൻ്റെ ഇയർലി പ്രീമിയത്തിൻ്റെ മന്ത്ലി പ്രീമിയം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടി കൂടുന്നതായിരിക്കും. ഇയർലി പ്രീമിയത്തിൻ്റെ 10 ഇരട്ടി ആണ് നമുക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അതായത് 24,93,000 രൂപ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മളൊരു 21 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കവറേജ് എടുത്താൽ പോലും അതിന് നല്ലൊരു എമൗണ്ട് ചിലവാകുന്നതായിരിക്കും. ഓക്കെ, ഇതെല്ലാം കൺസിഡർ ചെയ്ത് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ഈ 24,93,000 എന്നുള്ളത് എവറി ഇയറിൽ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കൂടുന്നതനുസരിച്ച് ഇൻഷുറൻസ് കവറേജും കൂടിക്കൊണ്ട് ഇരിക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി ലോൺ ഫെസിലിറ്റി ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. സെക്കൻഡ് ഇയർ തൊട്ട് ലാസ്റ്റ് വരെ ലോൺ ഫെസിലിറ്റി ഉണ്ട്. സാധാരണയായിട്ട് 30 വയസ്സുള്ള ഒരു ലേഡി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കാണും. 18ാമത്തെ വയസ്സ് തൊട്ടാണ് ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്ലാൻ അനുസരിച്ച് എഡ്യൂക്കേഷന് തക്കതായ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഇതിനകത്തുള്ള ലോൺ ഫെസിലിറ്റി നമുക്ക് അവൈൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പോളിസിയുടെ 18ാമത്തെ വർഷം നമുക്ക് 30 ലക്ഷം രൂപ വേണമെങ്കിൽ ലോൺ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ആ സമയത്ത് പലിശ നിരക്ക് എത്രയാണോ അതനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ബാങ്കിൽ ഈ പോളിസി ബോണ്ട് ലോൺ
വെച്ച് ഈ ഒരു ഗ്യാരണ്ടി ആയിട്ട് വെച്ച് അല്ലെങ്കിൽ പണയമായിട്ട് വെച്ച് അവിടുന്ന് ലോൺ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും അവർ ചോദിച്ചെന്നിരിക്കും. എന്നിരുന്നാലും LICയുടെ ഡോക്യുമെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ബാക്കി ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ബോണ്ടും ഒരു ബാങ്കും സ്വീകരിക്കുന്നതായിരിക്കത്തില്ല. ഈവൻ KSFEയോ അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടോ LICയുടെ അല്ലാതെ വേറൊരു പോളിസി ഡോക്യുമെൻറ്റും അവർ സ്വീകരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതിന് ഇത്രയും വാല്യൂ ഉള്ളതാണ് ഒരു LICയുടെ പോളിസികൾക്ക്. ഈ ഒരു പോളിസി വേണമെങ്കിൽ ഒരു മൾട്ടി പർപ്പസ് പ്ലാൻ ആണിത്. എഡ്യൂക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി എവരി 2 ഇയർ പിക്നിക്ക് ടൂർ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ഒതുങ്ങുന്നതായിരിക്കും. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും പരിഗണിക്കാൻ സാധിക്കുന്നതായിരിക്കും. റിട്ടയർമെൻ്റ് ആയിട്ട് അങ്ങനെയും പരിഗണിക്കാൻ സാധിക്കുന്നതായിരിക്കും. പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി മച്യൂരിറ്റി വാല്യൂ, ഇതിനകത്ത് കിട്ടുന്ന ടോട്ടൽ ഗ്യാരണ്ടീഡ് അഡീഷൻസ് എന്ന് പറയുന്നത് 50,81,981 രൂപയാണ്. അതും പ്ലസ് 15 ലക്ഷത്താണ് ഇതിൻ്റെ പോളിസി ഇൻഷുറൻസ് സം അഷ്വേർഡ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 65,81,981 റുപ്പീസ്. ഇത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന മച്യൂരിറ്റി വാല്യൂ. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് മേടിച്ച് കോൺട്രാക്ട് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അല്ല എങ്കിൽ 5 വർഷത്തേക്ക് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ ആണ്. ഈ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെൻഷനായിട്ട് മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും 5 വർഷത്തേക്ക്, അല്ല 10 വർഷത്തേക്ക്, 15 വർഷത്തേക്ക്. ഇവിടെ ഞാൻ 15 വർഷത്തെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ 15 വർഷത്തേക്ക് എക്സാമ്പിൾ ഈ പെൻഷൻ പോലെ മേടിക്കുമ്പോഴത്തേക്ക് എവറി ഇയറിൽ നമുക്ക് 5,98,324 രൂപ പെൻഷൻ പോലെ കിട്ടുന്നതായിരിക്കും 15 വർഷത്തേക്ക്. അങ്ങനെ ടോട്ടലായ എമൗണ്ട് കൂട്ടി നോക്കുമ്പോൾ 89,74,860 ലക്ഷമായിട്ട് മാറുന്നുണ്ട് ഈ 65 ലക്ഷത്തിന് പകരമായിട്ട്. അപ്പോൾ അത് പലിശ ഇപ്പോഴുള്ള പലിശയോട് കൂട്ടിയുള്ള ഒരു എമൗണ്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ആ സമയത്ത് പലിശ നിരക്ക് എത്രയാണോ അതനുസരിച്ച് വ്യത്യാസം വരുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ മണി ബാക്ക് എല്ലാം കൂടി കൂട്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്ലാനിൽ നിന്ന് നമുക്ക് ഈ ഒരു ക്ലയൻറ്റിന് 1,03,24,000 സംതിങ് ടോട്ടൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ യൂസേജ് ഓഫ് മണി ബാക്ക് ആസ് SIP ഫോർ വെൽത്ത് ക്രിയേഷൻ. ഈ മണി മാർക്കറ്റിൽ വിശ്വാസമുള്ള ആൾ ഇക്വിറ്റി മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആണ് എങ്കിൽ LIC ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്ഷൻ പ്ലസ് എന്ന പ്ലാൻ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാനാണ്. ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ഫെസിലിറ്റിയാണ്. സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ടോപ്പ് ഫെസിലിറ്റി ഇല്ല. എവറി ഇയറിൽ നമുക്ക് മാർക്കറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴെങ്കിലും തരുന്നതായിരിക്കും. ആ സമയത്ത് ഷെയറിൻ്റെ വാല്യൂ വളരെ കുറഞ്ഞിരിക്കും. അപ്പം ആ സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഷെയർ പർച്ചേസ് ചെയ്യാൻ, കൂടുതൽ യൂണിറ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ഓവറോൾ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടുവാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം 37 ലക്ഷം ഇതിനകത്ത് കാണിക്കുന്നവർക്ക് 40, 45, 50 ആയിട്ട് മാറ്റുവാൻ സാധിക്കുന്നത്, അതിൽ കൂടുതൽ മാറ്റുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ ടോപ്പ് അപ്പ് ഫെസിലിറ്റിക്കുള്ള പൈസ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇതിനകത്ത് ഞാൻ 20 വർഷത്തെ ഒരു ടൈമാണ് വെച്ചിരിക്കുന്നത്. 4,500 വെച്ച് പെർ മന്ത് കിട്ടുന്നാൽ ഈ 1,12,500 കൊണ്ട് 4,500 രൂപ ഈസി ആയിട്ട് മാസം തോറും ഇതിൻ്റെ പ്രീമിയം കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. കൂട്ടി നോക്കിയാൽ മതി. ഇനി അങ്ങനെ 20 വർഷത്തേക്ക് ഇടുമ്പോൾ മിനിമം നമുക്കൊരു 13% ലാഭം കിട്ടിയാൽ പോലും ഇതിനകത്ത് നിന്ന് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് 37 ലക്ഷം രൂപ കിട്ടുന്നതായിരിക്കും. ഇനി പ്രോഫിറ്റും കാര്യങ്ങളും കൂടി എങ്കിൽ നമ്മുടെ ഭാഗ്യം നോക്കുക, കൂടട്ടെ, നല്ല കാര്യം. ഓക്കെ, അങ്ങനെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനി ക്യാൻസലേഷൻ ഓഫ് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ. ഈ ഞാൻ പറഞ്ഞില്ല, ഒരു ഹെൽത്ത് പ്ലാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് നമുക്ക് കൂടുതൽ പൈസയ്ക്ക് ആവശ്യമെന്ന് ചോദിച്ചിട്ട് വേറെ എങ്ങൊന്നും അഡ്ജസ്റ്റ് ആകുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എത്രയുണ്ടോ കിട്ടാനുണ്ടോ അതൊന്നിച്ച് മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതിലല്ല, പ്ലാനിങ്ങിലാണ് കാര്യമിരിക്കുന്നത്. എല്ലാം അറിഞ്ഞ് പ്ലാൻ ചെയ്യുന്നതിലായിരിക്കും കാര്യമിരിക്കുന്നത്. ഓക്കെ, ഇനി കാൽക്കുലേഷൻ ഓഫ് ലോൺ റീപേയ്മെൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇൻ കേസ് നിങ്ങൾ ലോൺ, ഇതൊരു വാല്യൂ അഡീഷണൽ ആയിട്ട് ഞാനൊരു സ്ലൈഡ് ആഡ് ചെയ്തു എന്ന് മാത്രം. ഇൻ കേസ് നിങ്ങൾ 18ാമത്തെ വർഷം ലോൺ എടുത്തുവെങ്കിൽ, 30 ലക്ഷം ലോൺ എടുത്തുവെങ്കിൽ ഒരു 15% പലിശ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ റേറ്റാണ് 15%. ബാങ്കിലൊക്കെ 15% മേടിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ലോണിൽ. ആ സമയത്ത് വ്യത്യാസം വരാൻ സാധിക്കുന്നതോടെ ഞാൻ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത് 11%. ഇനി ലോണിൻ്റെ ടൈം 15 വർഷത്തേക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് EMI ആയിട്ട് വരുന്നത് 34,098 രൂപ EMI ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 31,31,623 രൂപ പലിശ നിരക്കിൽ പോകുന്നുണ്ട്. ടോട്ടൽ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുന്നത് 61,37,623 രൂപ റീപേയ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, എവരി ഇയറിൽ ഒരു EMI നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ എവരി ഇയറിൽ നമുക്ക് 31,31,623 എന്നുള്ള പലിശ നമുക്ക് 25,68,264
കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്മൾ കൊടുക്കുന്ന റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് 55,68,264 കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏതാണ്ട് 6 ലക്ഷം രൂപ നമ്മൾ കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ 1-2 EMI നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റേതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാനൊരു വാല്യൂ ആഡ് സ്ലൈഡ് ആഡ് ചെയ്തു എന്ന് മാത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇനി പല കാര്യങ്ങളും അറിയേണ്ടതായിട്ടുണ്ട്. ആക്സിഡൻ്റ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ബെനിഫിറ്റ് റൈഡർ നല്ലൊരു റൈഡറാണ്, എല്ലാവരും എടുക്കുന്ന ഒരു റൈഡറാണ്. ഞാൻ ഇതിനകത്ത് കാണിച്ചില്ലെന്നുള്ളൂ, ബേസിക് ആയിട്ടുള്ള പ്രീമിയമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇൻ കേസ് പോളിസി പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ഡെത്തും കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ്, അപകടം മൂലം ഡിസബിലിറ്റി ആയി കിട്ടുന്ന ബെനിഫിറ്റ്സ്, അതൊക്കെ ആക്സിഡൻ്റ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ബെനിഫിറ്റ് റൈഡർ ചൂസ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് എക്സ്ട്രാ പ്രീമിയം കൊടുത്ത് മേടിക്കേണ്ടതാണ്. ആ സമയത്ത് കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക. ഇനി അല്ലാതെ ഇതിനകത്ത് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, എസ്പെഷ്യലി ഫോർ ക്യാൻസർ. അതൊക്കെ ആ സമയത്ത് അതൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഒത്തിരി ലെങ്തി ആയി പോകും, ആ സമയത്ത് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് കേസ് സ്റ്റഡീസ് ഫോർ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് എക്സാമ്പിൾ ഞാൻ തരുന്നതായിരിക്കും. അതിൻ്റെ 40-40 പേജുണ്ട്. നിങ്ങളുടെ പൈസയും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നാൽ മതി, തരുന്നതായിരിക്കും. ഇനി അതുകൂടാതെ ഏതെങ്കിലും ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് LIC പ്ലാനിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഇട്ടാൽ മതി. ഇതിനകത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മൊബൈൽ മറ്റ് മെയിൽ ID ഒന്നും കൊടുത്തിട്ടില്ല. എല്ലായിടത്തും ട്രാഫിക് കൂടുതലായി കഴിഞ്ഞാൽ നോക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. പോയിൻറ്റും ഡൗട്ട്സും ക്ലിയർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു.